Okay. Question number 15. In the conversion of Br2 to BrO3 minus, the oxidation state of bromine changes from options നിങ്ങൾക്ക് കാണാൻ കഴിയും 0 നിന്ന് +5 +1 നിന്ന് +5 അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യണമെങ്കിൽ Br2വിലെ ബ്രോമിൻ എത്ര ഓക്സിഡേഷൻ നമ്പർ എന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ അതായിരിക്കും. BrO3 മൈനസിലെ ബ്രോമിൻ എത്രയെന്നും അറിഞ്ഞിരിക്കണം. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. റെഡോക്സ് റിയാക്ഷൻ, ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആരോ റെഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ gives redox reaction. Where there is an oxidation, there is a reduction. ഓക്സിഡേഷന് വിധേയമായ ആളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷന് വിധേയമായ ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അഥവാ ഓക്സിഡൈസർ. ഓക്കെ, ഓക്സിഡേഷന് വിധേയമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ C+O2 gives CO2. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. ദിസ് ഈസ് എ റെഡോക്സ് റിയാക്ഷൻ. Classical concept of redox reaction, classical concept of oxidation. Oxidation is the process of accepting oxygen. Oxidation is the process of gain of oxygen, addition of oxygen, removal of hydrogen. അതല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്, അതല്ലെങ്കിൽ ഇൻക്രീസിങ് ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓർ ഇൻക്രീസിങ് പോസിറ്റീവ് ചാർജ്, ഡിക്രീസിങ് നെഗറ്റീവ് ചാർജ്. ഓക്സിഡേഷൻ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് റിഡക്ഷൻ ആയിരിക്കും. ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. അതേപോലെ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും കൂടിയ പ്രോസസ്സാണ് റെഡോക്സ് റിയാക്ഷൻ. ഇത് ഓക്സിഡേഷൻ്റെ ഡെഫിനിഷൻ, ഇതിൻ്റെ ഓപ്പോസിറ്റ് റിഡക്ഷൻ്റെ ഡെഫിനിഷൻ. ഇനി ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിൽ ഓക്സിഡേഷനും റിഡക്ഷനും പറയണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഓടിച്ച് പറയാം. ഒരു എലമെൻ്റ് അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ, ഇപ്പോൾ ബ്രോമിൻ്റെ ഫ്രീ സ്റ്റേറ്റ് Br2, ഹൈഡ്രജൻ H2, കാർബൺ C എന്ന് എഴുതുകയാണെങ്കിൽ ഫ്രീ സ്റ്റേറ്റാണ്. ഇപ്പോൾ സോഡിയം Na എന്ന് എഴുതുകയാണെങ്കിൽ ഫ്രീ സ്റ്റേറ്റാണ്. ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വേറെ എലമെൻറ്റ് പാടില്ല. ഇപ്പോൾ ബ്രോമിൻ്റെ കൂടെ വേറെ എലമെൻ്റ് ഇല്ല, ഹൈഡ്രജൻ്റെ കൂടെ വേറെ എലമെൻ്റ് ഇല്ല, അതിന് ചാർജും ഇല്ല എങ്കിൽ അത് ഫ്രീ സ്റ്റേറ്റാണ്. അങ്ങനത്തെ ഫ്രീ സ്റ്റേറ്റിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. പിന്നെ ഒരു മോളിക്യൂളിൻ്റെ അകത്ത്, ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഉള്ള എലമെൻറ്റിൻ്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സമ്മ് 0 ആയിരിക്കും. പിന്നെ ഒരു മോണോ ആറ്റോമിക് അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അതിൻ്റെ ചാർജ് ആയിരിക്കും. ഒരു പോളി ആറ്റോമിക് അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പോളി ആറ്റോമിക് അയോണിലെ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം ഈസ് ഈക്വൽ ടു ആ ചാർജ് ആയിരിക്കും. ഇപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ല, എക്സ് പ്ലസ് ഓക്സിജൻ്റെത് -2 × 3 ഈക്വൽ ടു -1, 0 അല്ല -1. അപ്പോൾ അതൊന്ന് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു +5 എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആൽക്കലി മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2, ഹൈഡ്രജൻ്റെത് കോമൺ +1. മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജൻ ഈസ് -1, ഓക്സിജൻ്റെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ -2. പെറോക്സൈഡുകളിൽ ഓക്സിജൻ ഈസ് -1. പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഓ ലിങ്കേജ് ഉണ്ടാകും, കണ്ണടയുടെ ഗ്ലാസ് ഒക്കെ വരും പോലെ ഓ ലിങ്കേജ്. പെറോക്സൈഡ് അവിടുത്തെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1. സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1/2. പിന്നെ OF2ൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഫ്ലോറിൻ -1 വരുള്ളൂ കോമ്പൗണ്ടിൽ. -1 × 2 -2, ഓക്സിജൻ ഈസ് +2. ഹാലജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1. ഫ്ലോറിൻ ഈസ് ഓൾവേസ് -1.
ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ -1 പുറമെ +1, +3, +5, +7 ഇൻ ദയർ ഓക്സോ ആസിഡ്. ഫ്ലോറിൻ്റെത് -1, ഫ്ലോറിൻ ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ 0. ഇപ്പോൾ ഫ്ലോറിന് 0 എന്ന് -1 എന്നോ -1 എന്ന് 0 ആവാനേ കഴിയുള്ളൂ. ഒന്നെങ്കിൽ ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷനോ നടക്കുള്ളൂ. ഫ്ലോറിൻ ഡു നോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. കാരണം 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടോ റെഡ്യൂസിങ് ഏജൻ്റായിട്ടോ ആക്ട് ചെയ്യുള്ളൂ. ഒരേ സമയം ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റുമായിട്ട് ആക്ട് ചെയ്യില്ല. ഇനി ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചില റൂൾസുകളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രോമിൻ Br2 ആകുമ്പോൾ 0 ആണ്. Br2ലെ ബ്രോമിൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഒന്നുകിൽ ഏഴോ അല്ലെങ്കിൽ എയോ സിയോ ആവാം. ഇനി BrO3- ബ്രോമിൻ, BrO3- ബ്രോമിൻ അറിയില്ല, എക്സ് പ്ലസ് ഓക്സിൻ്റെത് -2, -2 × 3 = -1. So x - 6 is equal to -1. X is equal to +5. -1 + 6 +5. So the changes from 0 to +5. 0 എന്ന് എന്തായി മാറുന്നു? +5 ആയി മാറുന്നു. So the option is 0 to +5. Option A is the answer. ഓക്സിഡേഷൻ റിഡക്ഷൻ, റെഡോക്സ് റിയാക്ഷൻ. പിന്നെ ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ അതിൽ ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ. C+O2 gives CO2. കോമ്പിനേഷൻ റിയാക്ഷൻ വേർ A + B gives AB, അല്ലെങ്കിൽ A + B gives C. A + B gives C. A or B ഇൻ എലമെൻ്റൽ ഫോമിലായിരിക്കണം. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എലമെൻ്റൽ ഫോമിലായിരിക്കണം. ഈ രണ്ടും എലമെൻ്റൽ ഫോം ആയാലും കുഴപ്പമില്ല. ഇവിടെ രണ്ടും എലമെൻ്റൽ ഫോമാണ്. കോമ്പിനേഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ, കോമ്പിനേഷൻ്റെ ഓപ്പോസിറ്റ്. C gives A + B. A or B or both A and B in elemental form. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ CaCO3 gives CaO + CO2. ഓക്സിഡേഷൻ നമ്പർ ചെക്ക് ചെയ്താൽ കാൽസ്യം +2, കാർബൺ +4, ഓക്സിജൻ -2, കാൽസ്യം +2, ഓക്സിജൻ -2, കാർബൺ +4, ഓക്സിജൻ -2. ഒരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ പ്രൊഡക്റ്റിൽ മാറിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല. ദിസ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ബട്ട് ദിസ് ഈസ് നോട്ട് റെഡോക്സ് റിയാക്ഷൻ. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ അല്ല. ഓൾ ഡീകമ്പോസിഷൻസ് ആർ നോട്ട് റെഡോക്സ്. ആ ഡീകമ്പോസിഷൻ ടൈപ്പിലുള്ള റെഡോക്സ് റിയാക്ഷൻ ഉണ്ട്, പക്ഷേ ഇത് റെഡോക്സ് റിയാക്ഷൻ അല്ല. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ചെക്ക് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷനുമാണ്. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ആക്ടിവിറ്റി കൂടിയ മെറ്റൽ ആക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇനി ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ. മെറ്റലിൻ്റെ ആക്ടിവിറ്റി ഓർഡർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ, കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിങ്ക്. സോ ദ ആക്ടിവിറ്റി ഓർഡർ ഓഫ് സിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ കോപ്പർ ആൻഡ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ സിൽവർ. വെൻ എ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ബ്ലൂ കളർ ഡിസപ്പിയർ ആവും. അഥവാ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ സൾഫേറ്റ് എന്ന കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആക്ടിവിറ്റി ഓർഡറൊക്കെ അവിടെ ആ ഭാഗത്ത് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് ടൈപ്പാണ്, ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റും ഓക്സിജൻ ഡിസ്പ്ലേസ്മെൻറ്റും. ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം ഹൈലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽ ലൈക്ക് സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ. 2Na + 2H2O gives 2NaOH + H2. 2NaOH പ്ലസ് എന്താണ്? H2. സോഡിയം ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ. ദീസ് ആർ ആക്റ്റീവ് മെറ്റൽ. ലെസ് ആക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ വെൻ റിയാക്ട് വിത്ത് സ്റ്റീം. അപ്പോൾ ആക്ടിവിറ്റി പറയാനും ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉപയോഗിക്കും. ഓക്കെ, എന്നാൽ ഫ്ലൂറിൻ വാട്ടറുമായിട്ട് റിയാക്ഷൻ വന്നാൽ 2F2 + 2H2O gives 4HF + O2. ഓക്സിജനാണ് ഡിസ്പ്ലേസ് ചെയ്തത്. സോ ഫ്ലൂറിൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് സോഡിയം ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻറ്റും ഓക്സിജൻ ഡിസ്പ്ലേസ്മെൻറ്റും. ഹാലജനുകൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഹാലജൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ
താഴോട്ട് വരുന്തോറും കുറയും. ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് ഹാലജൻ ഡിക്രീസസ്. ഫ്ലൂറിൻ ഈസ് ദ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ് എമംഗ് ഹാലജൻ. ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ക്ലോറിൻ ക്യാൻ ഓക്സിഡൈസ് ബ്രോമിൻ, അയഡിൻ. ബ്രോമിൻ ക്യാൻ ഓക്സിഡൈസ് അയഡിൻ. അല്ലെങ്കിൽ ഫ്ലൂറിൻ ക്യാൻ ഡിസ്പ്ലേസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. F2 plus 2KX gives 2KF plus X2. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഫ്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0, ഇവിടുത്തെ ഹാലജൻ -1, ഇവിടുത്തെ ഫ്ലോറിൻ -1, ഇവിടുത്തെ ഹാലജൻ 0. ഫ്ലൂറിൻ അണ്ടർഗോ റിഡക്ഷൻ. ഫ്ലൂറിൻ റിഡക്ഷന് വിധേയമായി. ദാറ്റ് മീൻസ് ഫ്ലൂറിൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ അണ്ടർഗോ റിഡക്ഷൻ. These halogen undergo oxidation. So this halogen is reducing agent. Reducing agent. Fluorine is the better oxidizing agent among halogen. Fluorine can oxidize chlorine, bromine, iodine. അപ്പോൾ ഈ എക്സ് ആരൊക്കെ ആവാം? ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. അല്ലാതെ Cl2 + 2KF എന്ന് എഴുതിയാൽ നോ റിയാക്ഷൻ. ക്ലോറിന് ഫ്ലൂറിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവില്ല. ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ക്ലോറിൻ ക്യാൻ ഓക്സിഡൈസ് ബ്രോമിൻ, അയഡിൻ. ബ്രോമിൻ ക്യാൻ ഓക്സിഡൈസ് അയഡിൻ. താഴോട്ട് വരുന്തോറും ഓക്സിഡൈസിങ് ആക്ഷൻ കുറഞ്ഞു വരും. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ മൂത്ത മകന് താഴെയുള്ള മക്കളെ തലക്കൊക്കെ മേടാനുള്ള അധികാരമുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള മകൻ അതിൻ്റെ താഴെയുള്ള മക്കളെ തലക്ക് മേടും. ഏറ്റവും ചെറിയ മകൻ എല്ലാവരും ഏറ്റവും കൊള്ളും. താഴോട്ട് വരുന്തോറും ഓക്സിഡൈസിങ് ആക്ഷൻ കുറയാണ്. മുകളിലത്തെ ആൾക്ക് ബാക്കിയുള്ളവരൊക്കെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും. ഓക്സിഡൈസിങ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളും വെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സൈമൾട്ടേനിയസ് ആൻ എലമെൻറ്റ് സൈമൾട്ടേനിയസ്ലി ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. 2H2O2 gives 2H2O plus O2. H2O2 ഹൈഡ്രജൻ +1, ഓക്സിജൻ -1. H2O2 ഹൈഡ്രജൻ +1, ഓക്സിജൻ -2, ഇവിടുത്തെ ഓക്സിജൻ 0. ദാറ്റ് മീൻസ് ഓക്സിജൻ അണ്ടർഗോ ഓക്സിഡേഷൻ. ദാറ്റ് ഓക്സിജൻ സൈമൾട്ടേനിയസ്ലി അണ്ടർഗോ റിഡക്ഷൻ. റിഡക്ഷൻ. സോ an element is simultaneously oxidized and reduced. Such type of redox reactions are known as disproportionation. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 നമ്പർ 3 നമ്പർ ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആ എലമെൻറ്റിന് വേണം. മാത്രവുമല്ല ആ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടത് ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കണം. എങ്കിലേ കൂടാനും കുറയാനും കഴിയുള്ളൂ. തെങ്ങിൻ്റെ മുകളിൽ കയറി നിന്നാൽ പിന്നെ തെങ്ങിൽ കയറാൻ കഴിയില്ല. തെങ്ങിൻ്റെ താഴെ നിന്നാലോ തെങ്ങ് ഇറങ്ങാനും കഴിയില്ല. തെങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നാൽ കയറും ചെയ്യാം, ഇറങ്ങും ചെയ്യാം. അപ്പം ഇൻ്റർമീഡിയറ്റ് ഓക്സിജൻ സ്റ്റേറ്റിലായാൽ മാത്രമേ ആ എലമെൻ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ബാലൻസിങ് റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് വഴി ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലെത്തി. Okay. Question number 16. 30 volume H2O2 means. 30 volume H2O2 means options തന്നിട്ടുണ്ട്. 30% of H2O2 solution, 30 cm³ of H2O2 solution contain 1 gram of H2O2. 4 options ഉണ്ട് അവിടെ. വോളിയം സ്ട്രെങ്ത് ഓഫ് H2O2 ഹൈഡ്രജൻ പറയുന്ന ചാപ്റ്ററിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നത് 1 volume of H2O2 can release 1 volume of H2O2 can release 30 volume O2 at STP. 30 volume O2 at STP. 1 volume of H2O2 can release 30 volume oxygen at STP condition. അങ്ങനെയാണെങ്കിൽ 1 വോളിയം എന്നുള്ളടത്ത് 1 ലിറ്റർ H2O2 റിലീസ് 30 ലിറ്റർ O2 അറ്റ് എസ് ടി പി. ഓക്കെ, ഇവിടെ ലിറ്ററിലല്ല തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്റർ ക്യൂബിൽ തന്ന ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എഴുതി നോക്കാം. 1 cm³ H2O2 ക്യാൻ റിലീസ് 1 cm³ ഓഫ് H2O2 സൊല്യൂഷൻ ക്യാൻ റിലീസ് 30 cm³ O2 at STP. 30 cm³ O2 at STP.
ആ ഒരു യൂണിറ്റ് വെച്ചുള്ള ഓപ്ഷൻസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. യെസ്, 1 cm³ ഓഫ് ദ സൊല്യൂഷൻ ലിബറേറ്റ്സ് അല്ലെങ്കിൽ റിലീസ് 30 cm³ ഓഫ് O2 at STP. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നിരിക്കുന്നത്. ഓക്കെ. വാട്ടർ സോഫ്റ്റനിങ് ബൈ ക്ലാർക്സ് പ്രോസസ് യൂസസ്, അഥവാ ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ക്ലാർക്സ് പ്രോസസ് വഴി ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ചാപ്റ്റർ, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ചാപ്റ്റർ എന്നാണ് നിങ്ങളെ മനസ്സ് പറയുന്നുണ്ടാകും. യെസ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ച് ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. വാട്ടർ ഗ്യാസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അഥവാ സിൻ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിന് ഹൈഡ്രജൻ്റെയും മിക്സറാണ് സിൻ ഗ്യാസ്, വാട്ടർ ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. ഇസ് കോൾ ഗ്യാസിഫിക്കേഷൻ, അഥവാ കോൾ ഗ്യാസിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. കോൾ ഗ്യാസിഫിക്കേഷൻ, കാർബൺ അഥവാ കോളിനെ സ്റ്റീമുമായിട്ട് H2O ഗ്യാസ് 1270 കെൽവിനിലൊക്കെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ്റെയും മിക്സർ ഉണ്ടാകും. ഇതാണ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ, അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡിന് വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തുന്നതാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കനോട്ട് ഫോം ലെതർ വിത്ത് സോപ്പ്. സോപ്പുമായിട്ട് ലെതർ ഫോം ചെയ്യൂല. വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ സോൾട്ടുകളാണ് ഹാർഡ്നെസ്സിന് കാരണം. 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ് സോൾട്ട് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ബൈകാർബണേറ്റ് സോൾട്ട് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഈ ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ, ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും ബൈ സിംപ്ലി ബോയിലിംഗ്. ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യിപ്പിക്കാം, അതേപോലെ റിമൂവ് ചെയ്യാം. അതേപോലെ ക്ലാർക്സ് മെത്തേഡ് വഴിയും നമുക്ക് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാം. അതിൽ ക്ലാർക്സ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ ഹാർഡ്നെസ്, ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ. എന്താണ് ഹാർഡ് വാട്ടർ? വിച്ച് കനോട്ട് ഫോം ലെതർ വിത്ത് സോപ്പ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് carbonate and sulfate or bicarbonate salt of calcium and magnesium. 2 type hardness ഉണ്ട്, temporary hardness and permanent hardness. Temporary hardness and permanent hardness. Isn't here? A temporary hardness is due to presence of bicarbonate salt of salts of calcium and magnesium. Bicarbonate salts of calcium and എന്താണ് magnesium. It can be removed by 2 methods. That is, one is boiling. Boiling വഴി നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം. One method is boiling. ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ബൈകാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ, കാൽസ്യം ബൈകാർബണേറ്റ് ഫോർമുല CaHCO3. കാൽസ്യം ബൈകാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് കാൽസ്യം ബൈകാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. CaCO3യും CO2 പ്ലസ് H2O ഉണ്ടാകും. എന്നിട്ട് ഇതിനെ നമ്മൾ കാൽസ്യം CO2 ഗ്യാസാണ്, പുറത്തോട്ട് പോകും. കാൽസ്യം H2O വാട്ടറാണ്. കാൽസ്യം കാർബണേറ്റിന് നമുക്ക് പ്രസിപിറ്റേറ്റ് ചെയ്തെടുക്കാം, ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഹാർഡ്നെസ് റിമൂവ് ആയി. ഇതേപോലെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് MgHCO3 ട്വൈസ്. MgHCO3 ട്വൈസ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MgCO3, മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ് പ്ലസ് H2O. അത് നമുക്ക് MgOH ട്വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം, പ്രസിപിറ്റേറ്റ് ആയിരിക്കും. ഇതാണ് ബോയിലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വഴി. ക്ലാർക്സ് മെത്തേഡ്, അനദർ മെത്തേഡ് ഫോർ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ബൈ ടെമ്പററി ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള അനദർ മെത്തേഡാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്ലാർക്സ് മെത്തേഡ്.
ക്ലാർക്സ് മെത്തേഡ് നമ്മൾ കാൽസ്യം ബൈകാർബണേറ്റിക്കും കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റിക്കും നമ്മൾ ചില കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യുക. ലൈം ഈസ് ആഡഡ്. ലൈം എന്ന് പറയുന്ന സമയത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് മീൻസ് കാൽസ്യം ബൈകാർബണേറ്റിക്ക് അതിലോട്ട് നമ്മൾ ലൈം ആഡ് ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും, CaOH ട്വൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് CaCO3 പ്ലസ് 2H2O. കാൽസ്യം കാർബണേറ്റും വാട്ടറും ഉണ്ടാവും. ആ കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ പ്രസിപിറ്റേറ്റ് ചെയ്തെടുക്കും, അഥവാ അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. വാട്ടർ ഹാർഡ്നെസ് റിമൂവ് ആവും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഏതാണ് കോമ്പൗണ്ട്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ. വാട്ടർ സോഫ്റ്റനിങ് ബൈ ക്ലാർക്സ് പ്രോസസ് യൂസസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കറക്റ്റ്. ഓക്കെ. The correct order of ionic mobility of alkali metal ion. ആൽക്കലി മെറ്റൽ അയോണിൻ്റെ അയോണിക് മൊബിലിറ്റിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താം. ആൽക്കലി മെറ്റൽസ് എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 ഗ്രൂപ്പുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും. ആൽക്കലി മെറ്റൽസ് ഈ കാണുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഫ്രാൻസിയം ഈസ് റേഡിയോ ആക്റ്റീവ് മെറ്റൽ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ആൽക്കലി മെറ്റലിന് എസ് ബ്ലോക്ക് മെറ്റൽ എലമെൻ്റ് എന്ന് പറയാൻ കാരണം ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ എൻറ്റേഴ്സ് ഇൻ എസ് സബ്ഷൻ. General electronic configuration is NS1. Highly electropositive metal NS1. They readily lose 1 electron to become monovalent cation M+. ഇതാണ് അയോൺ. ആൽക്കലി മെറ്റൽ M+ അയോണുകളായി മാറുന്നു. ഇതാണ് അയോണുകൾ. ഈ ആൽക്കലി മെറ്റൽ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും നമുക്കറിയാം, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും സൈസ് കൂടും. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ ഇൻക്രീസ്. സൈസ് കൂടും, ആറ്റോമിക് വോളിയം ഇൻക്രീസ്. താഴോട്ട് വരുന്തോറും സൈസ് കൂടി വരുന്നത് കൊണ്ട് മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു വരും. ആയതുകൊണ്ട് മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും താഴോട്ട് വരുന്തോറും ഡിഗ്രീസ്. ഡെൻസിറ്റി ഇൻക്രീസ്. മോളാർ മാസ് കൂടുന്നത് കൊണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ആണ്. ബട്ട് ദർ ഈസ് ആൻ എക്സെപ്ഷൻ കേസ്, പൊട്ടാസ്യം ലെസ് ദാൻ ദാറ്റ് ഓഫ് സോഡിയം. ശ്രദ്ധിക്കണം. പിന്നെ താഴോട്ട് വരുന്നതും സൈസ് കൂടുന്നു. ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മതിയാകും. ആയതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി ഡിഗ്രീസ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ്, ദെർഫോർ റിയാക്ടിവിറ്റി ഇൻക്രീസ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി ഇൻക്രീസ്. Okay, they readily lose 1 electron to become monovalent cation M+. Cation താഴോട്ട് വരുന്തോറും സൈസ് ഇൻക്രീസ്, റേഡിയസ് ഇൻക്രീസ്. കാറ്റോൻ്റെ റേഡിയസ് കൂടുന്നു, അയണിക് റേഡിയൈ കൂടുന്നു. റേഡിയസ് കൂടുമ്പോൾ അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് Li+ ആയിരിക്കും. താഴോട്ട് വരുന്തോറും സൈസ് കൂടിക്കൂടി വരികയാണ്. ലിഥിയം അയോൺ ചെറിയ സൈസാണ്. ചെറിയ സൈസ് ആകുമ്പോൾ അതിൽ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടും. പോളറൈസിങ് പവർ കൂടും. ചാർജ് ബൈ റേഡിയസ് ആണ് പോളറൈസിങ് പവർ. അപ്പോൾ സൈസ് കുറയുമ്പോൾ ചാർജ് ഡെൻസിറ്റി കൂടും, അപ്പം പോളറൈസിങ് പവർ കൂടും. അപ്പോൾ ഇതിന് നല്ല പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. H2O മോളിക്യൂൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ വാട്ടറുമായിട്ട് വേഗം കൂടിച്ചേരും. വാട്ടറിൻ്റെ നെഗറ്റീവ് പാർട്ടിനെ വേഗം അട്രാക്റ്റ് ചെയ്യും. വാട്ടറുമായി കൂടിച്ചേർന്നിട്ട് ഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ സൈസ് കുറഞ്ഞ പോളറൈസിങ് പവർ കൂടിയ അയോണുകൾക്ക് ഹൈഡ്രേറ്റഡ് ആവാനുള്ള ടെൻഡൻസി കൂടും. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ റിലീസാകുന്ന എനർജിയുടെ വാല്യൂ കൂടും. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ലിഥിയത്തിനാണ് നല്ല ഹൈഡ്രേഷൻ എൻതാൽപ്പി. ലിഥിയം അയോൺ വെള്ളത്തിലാണ് ലയിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പോളറൈസിങ് പവർ കാരണം വാട്ടർ മോളിക്യൂളുമായിട്ട് നന്നായിട്ട് കൂടിച്ചേരും. നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും, നല്ല എനർജി റിലീസാകും. താഴോട്ട് വരുന്തോറും ഹൈഡ്രേഷൻ എൻതാൽപ്പിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം.
അപ്പോൾ വാട്ടറുമായിട്ട് നന്നായി കൂടിച്ചേരുന്ന അയോൺ ലിഥിയം ആയിരിക്കും. അപ്പോൾ ലിഥിയത്തിൻ്റെ അടുത്ത് ഒരുപാട് H2O മോളിക്യൂൾ, ഇഷ്ടം പോലെ H2O മോളിക്യൂൾ ലിഥിയത്തിൻ്റെ അടുത്തുണ്ടാവും. ഒരുപാട് H2O മോളിക്യൂൾസ് ഉണ്ടാവും ലിഥിയത്തിന്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഹൈഡ്രേറ്റഡ് അയോൺ ശ്രദ്ധിക്കണം. ലിഥിയം വാട്ടറുമായി കൂടിച്ചേർന്ന ഹൈഡ്രേറ്റഡ് അയോൺ, ലിഥിയം അയോൺ അല്ല, ഹൈഡ്രേറ്റഡ് അയോൺ. ആ ഹൈഡ്രേറ്റ് അയോണിൻ്റെ സൈസ് ലിഥിയത്തിന് കൂടുതലായിരിക്കും. സോഡിയത്തിന് അത്ര വാട്ടറുമായി കൂടിച്ചേരില്ല. അപ്പോൾ അതിൻ്റെ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കുറവായിരിക്കും. ഇതിൻ്റെ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ താഴോട്ട് വരുന്തോറും ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുന്നു, ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കുറയുന്നു. അയോണിൻ്റെ സൈസ് കൂടുന്നു, പക്ഷേ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കുറയുന്നു. അപ്പോൾ ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കുറയുമ്പോൾ ചെറിയ അയോണുകൾക്ക്, കുറച്ച് ഹൈഡ്രേഷൻ നടന്ന ചെറിയ അയോണുകൾക്ക് വേഗം മൊബിലിറ്റി കൂടും, വേഗം ഇളകിപ്പോവാൻ കഴിയും. അപ്പോൾ താഴോട്ട് വരുന്തോറും അയോണിക് മൊബിലിറ്റി ഓഫ് ഹൈഡ്രേറ്റഡ് അയോൺ എന്താണ്? ഇൻക്രീസ്. അയോണിൻ്റെ സൈസ് കൂടിയാലും ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കുറയുന്നത് കൊണ്ട് അയോണിക് മൊബിലിറ്റി, അയോണുകൾക്ക് മൂവ് ചെയ്യാനുള്ള കഴിവ്, അയോണിക് മൊബിലിറ്റി താഴോട്ട് വരുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് അയോണിക് കണ്ടക്റ്റൻസ്, അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുക ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചത് അയോണിക് മൊബിലിറ്റിൻ്റെ ഓർഡറാണ്. അയോണിക് മൊബിലിറ്റി ലിഥിയത്തിന് കുറവാണ്. ലിഥിയത്തിന് ഹൈഡ്രേഷൻ കൂടുതലാണ്, ലിഥിയത്തിൻ്റെ സൈസ് കുറവാണ്. ഹൈഡ്രേഷൻ കൂടുതലാണ്, ഹൈഡ്രേറ്റഡ് അയോണിൻ്റെ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് അയോണിക് മൊബിലിറ്റി കുറവാണ്. സോ ദാറ്റ് ആൻസർ ഈസ് the correct order of ionic mobility of alkali metal Li+ ലെസ് ദാൻ. ലിഥിയത്തിന് കുറവാണ്. അയോണിക് മൊബിലിറ്റി താഴോട്ട് വരുന്തോറും ഹൈഡ്രേറ്റഡ് അയോൺ കൂടുകയാണ് ചെയ്യുന്നത്. Li+ ലെസ് ദാൻ, Na+ ലെസ് ദാൻ, K+ ലെസ് ദാൻ, Rb+ ലെസ് ദാൻ, Cs+. This is the answer. Ionic mobility of hydrated ion of alkali metal ion. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചാപ്റ്ററിൽ സം ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, Na2CO3, വാഷിംഗ് സോഡ Na2CO3.10H2O. സോഡിയം കാർബണേറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനെ പറയുന്ന പേരാണ് സോൾവേ പ്രോസസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം. സോൾവേ പ്രോസസ്. ഗ്രൂപ്പ് 2-ലും ഇതേപോലെ പ്രോപ്പർട്ടികൾ പഠിക്കാനുണ്ട്. പിന്നെ ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ലയിപ്പിച്ചാൽ അത് ബ്ലൂ കളർ സൊല്യൂഷൻ തരും. ദ ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് കാറ്റയോൺ ആൻഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അമോണിയേറ്റഡ് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലൂ കളർ കാണിക്കുന്നത്. ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രൂപ്പ് 2-ൽ സം ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം, കാൽസ്യം ഓക്സൈഡ്, ലൈം, ക്യുക്ക് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സ്ലേക്കൽ ലൈം, കാൽസ്യം കാർബണേറ്റ്, ലൈം സ്റ്റോൺ. ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും, സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുന്ന ഇക്വേഷനും, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കാൽസ്യം സൾഫേറ്റ് CaSO4.12H2O, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം CaSO4.2H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സത്തെ ഹീറ്റ് ചെയ്താൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആവുന്ന ഇക്വേഷൻ. പിന്നെ സിമെൻറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ്, പോർട്ട്ലാൻഡ് സിമെൻറ്റ്, റോ മെറ്റീരിയൽസ്. നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടാണ് പരീക്ഷയ്ക്ക് പോവേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് നിങ്ങൾ ശ്രദ്ധയിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ B2H6 കണ്ടെയ്ൻ 4 2 center 2 electron bonds and 2 3 center 2 electron bonds, 2 center 2 electron bond, 4 3 center 2 electron bond. രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഡൈബോറൈൻ്റെ ഫോർമുല B2H6 ആണ്. ഇതേപോലത്തെ കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടാണ് C2H6. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബണിൻ്റെ C2H6 നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോണുകളൊക്കെ നോക്കാം. കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഈഥൈനാണ് ഈ സാധനം. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ കാർബൺ ബോണ്ട് ഫോം ചെയ്യാൻ ഒരു ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ ഡൈബോറൈൻ്റെ കേസ് നോക്കൂ, ബോറോൻ്റെ വാലൻസി 3 ആണ്. അവിടെ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നൊരു കാഴ്ചയാണ്. ഇവിടെയും 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും.
ഇനി ഈ രണ്ട് ബോറോണുകൾക്ക് പരസ്പരം കൂടിച്ചേരാൻ, ഈ രണ്ട് ബോറോണിന് പരസ്പരം കൂടിച്ചേരാൻ ഇവിടെ ഇലക്ട്രോൺ ഇല്ല. പിന്നെ ആ ബോണ്ട് എങ്ങനെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സംശയം. ഇവിടെ ഇതിൻ്റെ ഒരു പ്ലെയിൻ സ്ട്രക്ചർ കാണിച്ചിട്ടാണെങ്കിൽ രണ്ട് ബോറോൺ, അതുമില്ല ഓരോ ബോറോൺ മേലും 2 ഹൈഡ്രജൻ വീതം ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. ദിസ് ബോറോൺ ഈസ് ഇൻ ദ പ്ലെയിൻ. ദിസ് ഈസ് എ നോർമൽ ബോണ്ട്സ്. 2 സെൻറ്റർ 2 ഇലക്ട്രോൺ, 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്, നോർമൽ ബോണ്ടാണ്. എന്നാൽ ഇവിടെ ഈ പ്ലെയിനിന് മുകളിലായിട്ടും ഈ പ്ലെയിനിന് താഴെയായിട്ടും ഹൈഡ്രജൻ വഴി ഈ 2 ബോറോണെ ചേർത്ത് നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ട്. പക്ഷെ ആ ബോണ്ടിൻ്റെ പ്രത്യേകത, ഈ BH ബോണ്ടിലെ 2 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് ബോറോണിക്ക് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ദീസ് ബോണ്ട് ഈസ് എ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്. ഇതും 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അതെങ്ങനെ ഫോം ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മനസ്സിലായി 4 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് 4 എണ്ണം, 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് 2 എണ്ണം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടിലായി എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ. അതെങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വഴി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. B26 ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പോൾ ബോറോണിൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ബോറോണിൽ. അടുത്ത ബോറോണിലും 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ഓക്കെ, അതിൽ ഒരു sp3 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്, ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്, സിഗ്മ ബോണ്ടാണ്. ഇതും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ 1സുമായിട്ട് സിഗ്മ ബോണ്ട്, ഹൈഡ്രജൻ്റെ 1സുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ വേക്കൻ്റ് ആണ്. അപ്പോൾ ഈ വേക്കൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽക്ക് നമുക്കറിയാം ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ബോറോണിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ 3 സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ വേക്കൻ്റ് ഓർബിറ്റൽക്ക് ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് വേക്കൻ്റാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാണ്. അത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇൻ്ററാക്ഷൻ വരും. അതേപോലെ ഇങ്ങോട്ടും ആ ഒരു ഓവർലാപ്പ് വരും. ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ടാണ്ട് ഫ്ലോ ചെയ്യും. അതുമൂലം അവിടെ ഒരു ഇൻട്രാക്ഷൻ വരും. ദാറ്റ് ബോണ്ട് ഈസ് റെപ്രസെൻറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു ഫ്ലോ ഞാൻ പറഞ്ഞല്ലോ. സോ ദാറ്റ് ബോണ്ട് ഈസ് നോൺ ആസ് ബനാന ബോണ്ട്. ആ ബോണ്ട് നമുക്ക് ബനാന ബോണ്ട് എന്ന് പറയാം. ഓക്കെ, അതൊരു 3 സെൻറ്റർ ഉണ്ടോ, 3 സെൻറ്റർ ഉണ്ട്. ഇവിടുത്തെ sp3, ഇവിടുത്തെ s, ഇവിടുത്തെ sp3. 3 സെൻറ്റർ, പക്ഷെ 2 ഇലക്ട്രോണേ ഉള്ളൂ. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് 2 എണ്ണം. 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് കണ്ടോ, 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് 4 എണ്ണം ഉണ്ട്. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് 20, ദ ക്വസ്റ്റ്യൻ നമ്പർ 20 അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡയമണ്ടിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ, ഡയമണ്ടിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തെന്ന്? ഡയമണ്ടിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. കാർബൺ ഈസ് ടെട്രാവാലന്റ്. കാർബണിൻ്റെ ഡയമണ്ടിലെ ഹൈബ്രിഡൈസേഷൻ sp3. കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് സ്ട്രക്ചറാണ് ഡയമണ്ട്. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. 4 സിഗ്മ ബോണ്ട്. ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. അത് ഗ്രാഫൈറ്റ് ആകുമ്പോൾ ഗ്രാഫൈറ്റ് ഹെക്സണൽ ലെയർ സ്ട്രക്ചറാണ്. അവിടെ 1 ഡബിൾ ബോണ്ട് വരും, ഹെക്സണൽ ലെയർ സ്ട്രക്ചർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ഗ്രാഫൈറ്റിലെ കാർബൺ sp2, ഡയമണ്ടിലെ കാർബൺ sp3. ഓക്കെ, another question is IUPAC name of the compound CH2 double bond CH CH CH3 twice.
ഈ ക്വസ്റ്റ്യൻ്റെ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം. ഇത് ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ഇതൊരു ആൽക്കീനാണ്. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഇനി വല്ല സബ്സ്റ്റിറ്റ്വൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. CH2 ഡബിൾ ബോണ്ട് CH ഇത് വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. ആ CHൽ 2 CH3 ഉണ്ട്. ഓക്കെ, ലോങ്ങസ്റ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. സാധനം ബ്യൂട്ടാണ്. ബ്യൂട്ടിൻ്റെ ഫസ്റ്റ് കാർബൺ മേലാണ് ഈനുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുത്താൽ 1 2 2ലും 3 4 2ലും 4ലുമാണ് സബ്സ്റ്റിറ്റ്വൻ്റ് വരിക. ഇവിടുന്ന് നമ്പർ കൊടുത്താൽ 1 2 3 1 3 വരിക. അപ്പോൾ ലോവസ്റ്റ് ലോക്കൻ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 1 2 3 സെലക്ട് ചെയ്യണം. സോ ദ നമ്പർ ഈസ് 1 2 3 4. ബ്യൂട്ട്. മൂന്നാമത്തെ കാർബൺ മേൽ മീഥൈൽ. അപ്പോൾ 3 മീഥൈൽ ബ്യൂട്ട്. ഫസ്റ്റ് കാർബൺ മേൽ ഡബിൾ ബോണ്ട് 2 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. 3 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. അല്ലാതെ 1,1 ഡൈമീഥൈൽ 2 പ്രൊപ്പീൻ അല്ല. 3 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോമൻക്ലേച്ചർ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നോമൻക്ലേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം. സബ്സ്റ്റിറ്റ്വൻറ്റുകൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ 6 ആൽക്കൈൽ ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്വൻ്റ് ലോവസ്റ്റ് നമ്പർ വരുന്ന രൂപത്തിൽ നമ്പർ കൊടുക്കണം. സെയിം പൊസിഷനിൽ സബ്സ്റ്റിറ്റ്വൻ്റ് വന്നു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വരുന്ന ആൾക്ക് ചെറിയ നമ്പർ കൊടുക്കണം. ആ രീതിയിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് വരുന്ന സമയത്ത് അവിടെ ഓർഡർ ഓഫ് പ്രിഫറൻസിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രിഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. COH പ്രിഫറൻസ് കൂടുതൽ. കൂയ് സൂയ് കൂർ കോസിൽ കോനച്ച് സെൻ ക്യാ കാ ഓഹ് നച്ച് C double bond C triple bond C. This is the decreasing order of preference. Decreasing order of preference of functional group കാണാതെ പഠിക്കണത്. അപ്പം ഏത് ഫങ്ഷൻ ഗ്രൂപ്പിനാണ് പ്രിഫറൻസ് കൂടുതൽ വേണ്ടത് എന്നുള്ളതിൻ്റെ ഡിക്രീസിങ് ഓർഡറാണ് തന്നിരിക്കുന്നത്. കൂയ് സൂയ് കൂർ കോസിൽ കോനച്ച് സെൻ ക്യോക്കോ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഇത് കീറ്റോണിക് ഗ്രൂപ്പ്. ആൽക്കഹോള് അമീന് C ഡബിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C. ആസിഡ് കാർബോക്സിലിക് ആസിഡ് ഫങ്ഷൻ ഗ്രൂപ്പ് SO3H. CO എസ്റ്ററിൻ്റെത് COCl അസൈൽ ഗ്രൂപ്പ് CONH2 അമൈഡിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ്. CN സയനോ ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് നൈട്രൈൽസിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നോമൻക്ലേച്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സൈക്ലിക് കോമ്പൗണ്ട് നോമൻക്ലേച്ചർ, ബെൻസീൻ കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചർ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ആ ഭാഗം പഠിക്കണം. Benzene can be obtained by heating either benzoic acid with X or phenol with Y. X and Y. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ വരുന്നിടത്താണ്. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ഒരു 3 പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഒന്ന്, നിങ്ങൾ ആൽക്കൈന് പഠിക്കുന്നിടത്ത് ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് സൈക്ലിക് പോളിമറൈസേഷൻ പഠിക്കുന്നുണ്ട്. വെൻ ഈഥൈൻ 3 molecule of ethine undergo cyclic polymerization, when ethane is passed through, very important, when ethane is passed through red hot iron tube, when ethane is passed through red hot iron tube at 873 Kelvin, very important, mark it, when ethane is passed through red hot iron tube at 873 Kelvin, product is benzene. 3 ethane molecule undergo cyclic polymerization, product is benzene.
വേറെ റിയാക്ഷൻ ബെൻസോയിക് ആസിഡ് അതാണ് അവിടെ വന്നിരിക്കുന്നത്. ബെൻസോയിക് ആസിഡിന്റെ സോഡിയം സോൾട്ടിന് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡ ലൈം എന്ന് പറയുമ്പോൾ ലൈമിൻ്റെയും കാസ്റ്റിക് സോഡയുടെയും മിക്സർ, അഥവാ സോഡ ലൈം കാൽസ്യം ഓക്സൈഡിൻ്റെയും NaOHൻ്റെയും മിക്സറാണ്. സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്താൽ ഡീകാർബോക്സിലേഷൻ സംഭവിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പോകും. സോ ദ പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ, അഥവാ കാൽസ്യം ഓക്സൈഡും NaOHുമായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡീകാർബോക്സിലേഷൻ നടക്കും, പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ. ആൻഡ് അനദർ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ഫീനോളിനെ ബെൻസീനാക്കി മാറ്റാൻ ചെയ്യേണ്ട കാര്യം, ഫീനോളിൻ്റെ ബെൻസീനാക്കി മാറ്റാൻ ഈ ലിസണിയർ പ്രിപ്പറേഷനിൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. പക്ഷേ ഫീനോളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ പഠിക്കുന്നിടത്ത് പറയുന്നുണ്ട്, റെസൊണൻസ് സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അത് ഫീനോളിൻ്റെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻ വളരെ കുറവാണ്. ബട്ട് വിത്ത് ആരുമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ ഇങ്ങനെ വിചാരിക്കാം, ഈ ഫീനോളിൻ്റെ തല വെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരാൾ വന്ന തല വെട്ടും, ഒരാൾ വந்தாச்சு. யார் வந்தாச்சு? அந்த സിംഗം വந்தாச்சு. ദാറ്റ് ഈസ് സിങ്ക് ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്താൽ, സിങ്ക് ഡസ്റ്റുമായിട്ട് ഫീനോളിനെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ, ബൈ പ്രൊഡക്റ്റ് ഈസ് സിങ്ക് ഓക്സൈഡ് ആയിരിക്കും. പ്രൊഡക്റ്റ് ഈസ് ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് സോഡ ലൈമുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, കാൽസ്യം ഓക്സൈഡും NaOHൻ്റെയും മിക്സർ. സോ ദീസ് എക്സീസ് CaO ആൻഡ് NaOH സോഡ ലൈമാണ്. ആൻഡ് ദീസ് Y ഈസ് സിങ്ക് ഡസ്റ്റ്. എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചത്. Y ഈസ് ദ സിങ്ക് ഡസ്റ്റ്. ഓക്കെ, അപ്പോൾ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ്. ഇനി ബെൻസീൻ്റെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ഹാലജനേഷൻ, ബ്രാമിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫിഡൽക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ, ഫിഡൽക്രാഫ്റ്റ്സ് അസൈലേഷൻ, അത്തരം റിയാക്ഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കണം. ഓക്കെ, റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ. ഡിയർ സ്റ്റുഡൻസ്, the 24th question, in the following sequence of reaction the alkene affords the compound B. ഈ റിയാക്ഷൻസിൻ്റെ സീക്വൻസിലൂടെ ബി എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ആൽക്കീന് തരും എങ്കിൽ ആ ബി എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകളായിട്ട് ഉള്ളത് CH3CHO ഒരു ആൾഡിഹൈഡാണ്. 2 കാർബൺ ആറ്റമുള്ള ആൾഡിഹൈഡ് എത്തനാൽ, 3 കാർബൺ ആറ്റമുള്ള ആൾഡിഹൈഡ് പ്രൊപ്പനാൽ. ദിസ് ഈസ് എ കീറ്റോൺ, 3 കാർബൺ ആറ്റമുള്ള കീറ്റോൺ പ്രൊപ്പനോൺ. 4 കാർബൺ ആറ്റമുള്ള കീറ്റോൺ, രണ്ടാമത്തെ കാർബൺ ആറ്റമാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്, ബ്യൂട്ടേൻ 4 ഓൺ. ഓക്കെ, ആൾഡിഹൈഡും കീറ്റോൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ആൾഡിഹൈഡോ കീറ്റോണോ ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി. ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആൾഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൾഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷനായിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അടുത്ത വർഷവും പഠിക്കാനുണ്ട്. ഇവിടെ അത് ആൽക്കീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ടാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, O3 എന്ന് പറയുന്ന ആൾ ഓസോണാണ്. ആൽക്കീനിനെ ഓസോണുമായി ട്രീറ്റ് ചെയ്താൽ ഓസോണോളിസിസ് നടക്കും, ഓസോണൈഡ് ഫോം ചെയ്യും. അതിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഈ റിയാക്ഷൻ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. വാട്ടറുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആൾഡിഹൈഡ് കീറ്റോണോ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ലിസണിയർ ശ്രദ്ധിക്കണം, ഇതിൽ ഓസോണുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് CH3 എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഡബിൾ ബോണ്ട് ഉള്ള ഇടത്ത് ഓസോണിലെ 3 ഓക്സിജന് ഇങ്ങനെ വരയ്ക്കുക, ഒരു കുടിൽ കിട്ടിയതുപോലെ ഓസോണിലെ 3 ഓക്സിജൻ അങ്ങനെ കൊടുക്കുക. ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ഓസോണൈഡ്. ഓസോണൈഡാണത്, ഓസോണൈഡ്. ഈ ഓസോണൈഡിനെ നമ്മൾ സിങ്കുമായിട്ട് വാട്ടറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഓസോണൈഡ്
ഈ ഓസോണൈഡ് ഈ ലിസനേഴ്സ് ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാ. ഇവിടുന്ന് ഓക്സിജൻ റിമൂവ് ആവും, ഇവിടുന്ന് അതേപോലെ ഓക്സിജൻ റിമൂവ് ആയിട്ട് ദ പ്രൊഡക്റ്റ് ഈസ് CH3CHO ആൾഡിഹൈഡ് ഫോം ചെയ്യും. അതേപോലെ ഇവിടുത്തെ കോമ്പൗണ്ടും CH3CHO ആൾഡിഹൈഡ് ഫോം ചെയ്യും. CH3CHO. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CH3CHO രണ്ടും ആൾഡിഹൈഡ് എത്തനാളാണ് ഫോം ചെയ്തത്. എത്തനാൾ, ദിസ് ഈസ് ദ ആൻസർ. ആൾഡിഹൈഡ് എത്തനാളാണ് ഫോം ചെയ്തത്. ഇത് ഇനി കീറ്റോൺ ആവുന്നത് എങ്ങനെയാണ്? ഈ എച്ചിന് പകരം ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, ഈ എച്ചിന് പകരം ഇവിടെ CH3 ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് CH3 ഉണ്ടോ, ഇവിടെ CH3 ആയിരിക്കും. CH3COCH3 കീറ്റോൺ ആയിരിക്കും. പക്ഷെ അവിടെ എച്ച് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഈസ് ആൾഡിഹൈഡാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൽക്കീൻ ഇവിടെ രണ്ടും ആൽക്കൈൽ ഗ്രൂപ്പുകളാണെങ്കിൽ പ്രൊഡക്റ്റ് കീറ്റോൺ ആയിരിക്കും. ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഒന്ന് എച്ച് ആണെങ്കിൽ പ്രൊഡക്റ്റ് ആൾഡിഹൈഡ് ആയിരിക്കും. രണ്ടും എച്ച് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഫോമാൾഡിഹൈഡ് ആയിരിക്കും, മെത്തനാൾ ആയിരിക്കും, ഫോമാൾഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ എവിടെയാണോ ഡബിൾ ബോണ്ട് വരുന്നത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓക്സിജൻ കൊടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റിനെ മനസ്സിലാക്കാൻ കഴിയും. ദിസ് ഈസ് ദ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. പ്രൊഡക്റ്റ് ഈസ് ഇവിടെ എത്തനാൾ. സോ ദ ഓപ്ഷൻ ഈസ് എ ഈസ് ദ ആൻസർ. Listen here, 1 2 3 4 But2ene. ബ്യൂട്ടൈൻ്റെ രണ്ടാമത്തെ കാർബൺ മേലെ ഡബിൾ ബോണ്ട്. But2ene ഓസോണുമായി ട്രീറ്റ് ചെയ്തപ്പോൾ ഓസോണൈഡ് കിട്ടി, ഓസോണൈഡ് ഫോം ചെയ്തു. ആ ഓസോണൈഡിനെ സിങ്കിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ ആൾഡിഹൈഡാണ് കിട്ടിയത്. എപ്പോഴാണ് കീറ്റോൺ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന കാർബൺ മേലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ശ്രദ്ധിക്കണം. ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഒന്ന് എച്ച് ആണെങ്കിൽ ആൾഡിഹൈഡ്, രണ്ടും ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോൺ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. ദ ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ പഠിക്കുന്നു. ആൾഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററിൽ ദ ആൾഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ളതാണ്. ഈ കാണുന്ന അറ്റ്മോസ്ഫിയറിക് ഗ്യാസുകളൊക്കെ എക്സെട്ര ഓസോൺ, CO2, CSO2, CH4, CFC, H2O അഥവാ വാട്ടർ വേപ്പർ. ഇത്തരം അറ്റ്മോസ്ഫിയറിക് ഗ്യാസുകൾ ട്രാപ്പ് റിക്വസൈറ്റ് എമൗണ്ട് ഓഫ് സോളാർ എനർജി, സൂര്യനിൽ വരുന്ന എനർജിയെ ഇവ തടഞ്ഞു നിർത്തുന്നു. ഫോർ സസ്റ്റെയിനിങ് ഓഫ് ലൈഫ്, അറ്റ്മോസ്ഫിയറിൽ ലൈഫിൻ്റെ ജീവികളുടെ ആവശ്യത്തിന് വേണ്ട എനർജിയെ ഇത്തരം ഗ്യാസുകൾ ട്രാപ്പ് ചെയ്ത് അവിടെ നിർത്തുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായ ഗ്യാസുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നതൊക്കെ. ഇതിൽ ഓക്സിജൻ ഇല്ല, നൈട്രജനൊന്നുമില്ല. ഓക്സിജനും നൈട്രജനൊക്കെ ക്ലിയർ ഗ്യാസുകൾ അഥവാ അത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇത്തരം ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിയാൽ എന്താ സംഭവിക്കുക? സോളാർ എനർജിയെ ഒരുപാട് അവിടെ തടഞ്ഞു നിർത്തും. അതുമൂലം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഒക്കർ ഡ്യൂ ടു ഇൻക്രീസിങ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പം CO2, CCl2, O3 ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. നൈട്രജൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല, ഓക്സിജനും ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്നും ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇത് ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ്. ആ ചാപ്റ്ററിൽ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, ഇങ്ങനെ കുറച്ച് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനുകളെല്ലാം വളരെ പൊതുവെ സിമ്പിളായിട്ട് ടൈപ്പ് ക്വസ്റ്റ്യനുകളായിരുന്നു. പക്ഷേ എല്ലാ ചാപ്റ്ററിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടി എന്നുള്ളത് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനും ഒരു മാർക്ക് പോലും വിട്ടുപോവാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ധൈര്യത്തോടു കൂടി അറ്റൻഡ് ചെയ്യാനും പറ്റിയൊരു വളരെ വലിയ സുവർണാവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും.
അപ്പോൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം എത്തുന്നതിന് മുമ്പ് നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ ഇനി കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ദിവസം പോലും നിങ്ങൾ ഒഴിവാക്കാതെ ഓരോ ദിവസവും നിങ്ങൾ ടൈം ഷെഡ്യൂൾ വെച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അത് വളരെ രസകരവും വളരെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർക്ക് ഉപകരിക്കുന്നതുമായ കോൺസെപ്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ എല്ലാ ചാപ്റ്ററിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.